ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ചലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നേരെ ടോപ്പിക്കിലേക്ക് വരാം. കുറേ ചാനലുകൾ ടൊർണാഡോ ചെയ്ത് പരാജയപ്പെടുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം എനിക്കും ചെയ്യണം തോന്നി. ഒരു ട്രേ മുട്ട വാങ്ങിയതുണ്ടായിരുന്നു, അതിലൊരു 6 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 പ്രാവശ്യം ട്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 2 മുട്ടയുടെയും അതുപോലെ തന്നെ 1 മുട്ടയുടെയും. വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അതുകൊണ്ട് നിർത്തും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റൗവൊക്കെ കത്തിച്ച് എല്ലാം റെഡിയാക്കി വെച്ചു, ക്യാമറയും സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ മറന്നുപോയി കേട്ടോ നമ്മുടെ ടൊർണാഡോ എന്നുള്ള കാര്യം. നേരെ ബുൾസ് അടിക്കാൻ വേണ്ടി മുട്ട നേരെ കൊണ്ടുവച്ച് പൊട്ടിക്കാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് കാര്യം ഓർത്തത്. ഇന്ന് കുറച്ച് ലൈവ് ഓഡിയോ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഇറിറ്റേഷൻ ആവുമെന്ന് സംശയമുണ്ട്. കാരണം വണ്ടി പോകുന്ന സൗണ്ട്, ഹോൺ അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്, കാരണം പാനിൻ്റെ അടിഭാഗത്ത് പിടിക്കുന്നുണ്ട് സാധാരണ തന്നെ. അപ്പോൾ ഇതിന് വേണ്ടി ടൂൾസ് ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പപ്പടം കുത്തി, ഒരു സ്പൂണുമാണ്. 2 മുട്ടയാണ് നമ്മൾ ആദ്യത്തേൽ ട്രയൽ ചെയ്യുന്നത്. എൻ്റെ ഫേസ് എണ്ണയ്ക്കകത്ത് വൃത്തിക്ക് കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചലഞ്ച് ആരോടെ ചെയ്യുന്നുള്ള കാര്യം പറയാൻ മറന്നുപോയി, അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇനി നമുക്ക് 2 മുട്ടയ്ക്കകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ശരിക്കും ഉണ്ണിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. അതിനുശേഷം പാൻ വല്ലാതെ ചൂടാവരുത്, ചെറു ചൂടിലുള്ള പാനിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ നമ്മളൊരു പുട്ടുകുത്തിയും ഒരു സ്പൂണുമാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡിൽ നിന്നും കോരി നടുക്കോട്ട് കൊണ്ടുവന്ന് വട്ടം കറക്കുന്നു. വട്ടം കറക്കുമ്പോൾ നല്ല നമ്മുടെ പൊറോട്ടയൊക്കെ ചുറ്റുന്ന പോലെ ചുറ്റി കിട്ടും. നമ്മുടെ ഫസ്റ്റ് ട്രയൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് കുക്കിങ്ങിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതൊക്കെ വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് ജീരകവും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇടുവാണ്, കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടാലും കഴിക്കേണ്ടതല്ലേ, അതിന് വേണ്ടിയിട്ട്. നമ്മൾ 2 പ്രാവശ്യം ട്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യത്തിൻ്റെയും ഫൈനൽ റിസൾട്ട് നമ്മൾ അവസാനം ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ 2 ടൊർണാഡോയുടെയും റിസൾട്ട് അവസാനം ഉണ്ടാവും. ഇപ്പോൾ കുക്കർ ഫിസിലടിച്ചുകൊണ്ടാണ് കുറച്ച് വെള്ളം തെറിച്ച് വീണതാണ് ഈ കാണുന്നത്, അതുകൊണ്ടാണ് ഈ പതഞ്ഞ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു മുട്ടയുടെ ടൊർണാഡോ ആണ് ഇപ്പം ഞാൻ ആക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പാൻ ലോ ഫ്ലെയിമിലായിട്ടേക്കുന്ന പാൻ വലിയധികം ചൂടില്ലാത്ത സമയത്ത് നോക്കി മിക്സ് ചെയ്ത മുട്ട നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്രാവശ്യം നമ്മൾ പുട്ടുകുത്തിക്ക് പകരം ഒരു ഫോർക്കും ഒരു സ്പൂണുമാണ് എടുത്തേക്കുന്നത്. പുട്ടുകുത്തിയും കൊണ്ട് എടുക്കുമ്പം പെട്ടെന്ന് കീറി പോകുന്നുണ്ട് സൈഡ്, അതുകൊണ്ടാണ് നമ്മൾ വേഗത്തിൽ തന്നെ റൗണ്ട് ചെയ്തു. ഇതും കുഴപ്പമില്ലാത്ത രീതിയിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ പറയാം. നമ്മുടെ ഈ ചലഞ്ച് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നൊക്കെ കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ജീരകവും പെപ്പർ പൗഡറും ഇടുന്നുണ്ട്, കുറച്ച് എരിവും പുളിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം തീർച്ചയായും. ഈ ചലഞ്ച് എത്രമാത്രം വിജയിച്ചു എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. അതോടൊപ്പം തന്നെ ചലഞ്ച് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കാം. ഒന്നാമത്തെ 2 മുട്ടയുടെയാണ്, ഇത് സിംഗിൾ മുട്ടയുടെയാണ്.